ഇനി നമുക്ക് ഹിന്ദി അക്ഷരമാലയിലെ ആ എന്നുള്ള അക്ഷരം എഴുതാൻ പഠിച്ചാലോ? ഞാൻ എഴുതുന്നത് കറക്റ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം കേട്ടോ. നല്ല പോലെ നോക്കി മനസ്സിലാക്കിയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഒരു 3 പോലെയാണ് ഫസ്റ്റ് നമ്മൾ എഴുതുന്നത്. ശരിക്കും 3 കുറച്ച് വലുപ്പത്തിൽ നമ്മൾ എഴുതുക. എന്നിട്ട് റൈറ്റിലോട്ട് പോയി, മധ്യത്തിൽ നിന്ന് റൈറ്റിലോട്ട് പോയിട്ട് മുകളിലോട്ട് പോയി താഴോട്ടേക്കൊരു വര, എന്നിട്ട് മുകളിൽ ഒരു വര അങ്ങിട്ട് കൊടുക്കുക. ആദ്യം ഒരു 3 പോലെ ഇട്ട് റൈറ്റിലോട്ട് പോയി മുകളിലോട്ട് പോയി താഴോട്ട് വന്ന് മുകളിലൊരു വര. വര നിർബന്ധമാണ് കേട്ടോ, താഴ്ത്തിയിട്ടൊന്നും ഇടാൻ പാടില്ല. ആ ഒരു ലെവലിൽ തന്നെ നമ്മൾ ഇട്ട് എഴുതി പഠിക്കണം. ഓരോ അക്ഷരത്തിനും അതിൻ്റേതായ ഒരു രീതിയുണ്ട്, എഴുതാനൊരു രീതിയുണ്ട്. ആ ഒരു മാനുവൽ പ്രകാരം വേണം നമ്മൾ അക്ഷരം എഴുതി പഠിക്കാൻ. എങ്ങനെയെങ്കിലും അങ്ങ് ഒപ്പിച്ചാൽ പോരാ, ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ കോപ്പിയിൽ എഴുതി പഠിക്കണം. ഓക്കെ, എഴുതി പഠിച്ചാൽ വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകളും കൂടി ഇന്ന് പഠിക്കാം. ആസെ അനാർ, ആസെ അനാർ, അനാർ. കണ്ടോ? അനാർ എന്ന് പറഞ്ഞാൽ ഉറുമാമ്പഴമാണ്, പൊമഗ്രാനേറ്റ് ഇല്ലേ, അതാണ്. രണ്ടാമത് ആസെ അദരക്, ആസെ അദരക്. മൂന്നാമതായിട്ട് ആസെ അഖ്ബാർ, ആസെ അഖ്ബാർ. അദരക് എന്ന് പറഞ്ഞാൽ ഇഞ്ചിയാണ്, അഖ്ബാർ എന്ന് പറഞ്ഞാൽ പത്രമാണ് കേട്ടോ. ആസെ അനാർ, ആസെ അദരക്, ആസെ അഖ്ബാർ. അനാർ, അദരക്, അഖ്ബാർ. അപ്പോൾ 3 വാക്കുകൾ നമ്മൾ എഴുതാൻ പഠിച്ചു. പിന്നെ എഴുതുന്നതിൻ്റെ ഒരു സ്റ്റൈൽ കറക്റ്റായിട്ട് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തരാം. നമ്മൾ ഇതേപോലെ എഴുതി റൈറ്റിലോട്ട് വന്ന് മുകളിലോട്ട് വന്നിട്ട് ഈ ഒരു രീതിയിലാണ് ശരിക്കും നമ്മൾ എഴുതേണ്ടത്. പക്ഷേ ചില കുട്ടികൾ എന്ത് ചെയ്യും, 3 എഴുതി നേരെ ഒരു വര വരന് ഇങ്ങനെ ഒരു രീതിയിൽ എഴുതി വെക്കും. അത് റോങ് ആണ്. നമ്മൾ കറക്റ്റ് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അക്ഷരം എഴുതി പഠിക്കണം കേട്ടോ. പല രീതിയിൽ കുട്ടികൾ എഴുതി ഒപ്പിക്കും, പക്ഷേങ്കിൽ അതൊക്കെ റോങ് ആണ്. നമ്മൾ അത് എഴുതാനുള്ള ഒരു രീതിയുണ്ട്, അക്ഷരം എഴുതുന്ന രീതിയുണ്ട്. ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. പിന്നെ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പം തന്നെ നമ്മൾ തെറ്റ് ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ശരിയായ രീതിയിൽ തന്നെ നമ്മൾ എഴുതി പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.